Good partners provide choices. Smart partners take some of those choices. ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെക്കുറിച്ചുമൊക്കെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിനോട് വിദേശ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ മറുപടിയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി റഷ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് കേൾക്കാം. That Russia has never done anything to impact our interest negatively. ഇതിപ്പോൾ പറഞ്ഞത് എന്തിനാണെന്ന് ഓർക്കുന്നുണ്ടാവും. ഇത് പറഞ്ഞത് റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും ശ്രമിക്കുമ്പോൾ ഉപരോധ ഭീഷണി വകവയ്ക്കാതെ റഷ്യയെ ചേർത്ത് പിടിക്കുന്ന നീക്കവുമായാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് മേൽപ്പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കടമെടുത്തത്. അദ്ദേഹത്തിന്റെ ഈ മറുപടിയിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് റഷ്യയെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് എന്ന് വ്യക്തമാണല്ലോ. 2025 സാമ്പത്തിക വർഷത്തോടെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള ദീർഘകാല കരാർ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കുകയാണെന്നാണ് പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റഷ്യ ടുഡേ ഉൾപ്പെടെയുള്ള പ്രധാന റഷ്യൻ മാധ്യമങ്ങളും ഇക്കാര്യം വലിയ പ്രാധാന്യത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കൂട്ടം റിഫൈനർമാർ മാസങ്ങളായി ഇതിനായുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുന്നതായുമായാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ സാധാരണ വിലയ്ക്കാണ് ഇന്ത്യ വാങ്ങുന്നത്. എന്നാൽ ഒരു ദീർഘകാല ഉടമ്പടിയിലൂടെ റഷ്യൻ എണ്ണയുടെ വിപണി വിലയിലെ ഏറ്റക്കുറച്ചിലുകളെ മറികടന്ന് കുറഞ്ഞ വിലയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ സ്ഥിരമായി സ്വന്തമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾക്കൊക്കെ ഇടയിലും കഴിഞ്ഞ 6 മാസമായിട്ട് എണ്ണവില കുറയുകയാണ് ഉണ്ടായത്. ആഗോള ആവശ്യകതയുടെ വളർച്ചാ നിരക്ക് താഴേക്ക് പോകുന്തോറും സ്ഥിരവും വളരുന്നതുമായിട്ടുള്ള ഡിമാൻഡ് പ്രവചിക്കപ്പെടുന്ന ഒരേയൊരു പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ഘടകങ്ങൾ ഇന്ത്യൻ എണ്ണ വാങ്ങുന്നവരുടെ ഏത് ചർച്ചകളിലും സ്ഥാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മറ്റൊരു മാധ്യമമായ ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസുമായി റഷ്യൻ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ റോസ്നെഫ്റ്റ് റെക്കോർഡ് അളവിൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്നതിനായി ദീർഘകാല കരാർ ഒപ്പിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കവും നടന്നിട്ടുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസ് റഷ്യൻ സർക്കാരിന് കീഴിലെ എണ്ണ കമ്പനിയായിട്ടുള്ള റോസ്നെഫ്റ്റുമായി 10 വർഷത്തെ സഹകരണത്തിനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. കരാർ കാലാവധി കഴിയുന്ന മുറയ്ക്ക് പുതുക്കാനാണ് ധാരണ. ഇത് പ്രകാരം പ്രതിദിനം 5 ലക്ഷം ബാരൽ വീതം റഷ്യൻ ക്രൂഡ് ഓയിൽ റിലയൻസ് വാങ്ങും. ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വാങ്ങൽ ഇടപാട് കൂടിയാവുകയാണിത്. നിലവിലെ വില പ്രകാരം പ്രതിവർഷം $1300 കോടി, അതായത് $1,10,00,000 വില മതിക്കുന്ന ഇടപാട് കൂടിയാണിത്. കരാർ സംബന്ധിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസോ റോസ്നെഫ്റ്റോ ഔദ്യോഗികമായി പ്രതികരിക്കുന്നതിനൊക്കെ മുൻപാണ് കൂടുതൽ വിപുലമായ സഹകരണത്തിന് ഇന്ത്യ മുൻകൈ എടുത്തിരിക്കുന്നതും. ഈ വർഷം ജനുവരി ഒക്ടോബർ കാലയളവിൽ റഷ്യയിൽ നിന്ന് റിലയൻസ് പ്രതിദിനം 4.05 ലക്ഷം ബാരൽ എണ്ണ വീതം വാങ്ങിയിട്ടുണ്ട്. മുൻ വർഷത്തെ സമാന കാലത്ത് ഇത് 3.88 ലക്ഷം ബാരൽ വീതമായിരുന്നു. പുതിയ കരാർ പ്രകാരമുള്ള എണ്ണ റിലയൻസിന്റെ വമ്പൻ റിഫൈനറി ആയിട്ടുള്ള ഗുജറാത്തിലെ ജാംനഗറിലേക്കാണ് എത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം എണ്ണ വിതരണം ചെയ്യുന്ന രാജ്യം കൂടിയാണ് റഷ്യ. ചൈന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. പുതിയ തീരുമാനം കൂടി നടപ്പാക്കുന്നതോടെ റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമായി ഇന്ത്യ മാറാൻ പോകുന്നു. യുക്രൈനു മേലുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ കമ്പനികൾക്ക് അത് തടസ്സമല്ല. ഈ ഉപരോധം ബാധകമല്ലെന്ന നിലപാടിലാണ് ഇന്ത്യയും മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഉപരോധം മൂലം റഷ്യൻ എണ്ണയുടെ വില വിപണിയിലെ മറ്റ് ക്രൂഡ് ഇനങ്ങളെ അപേക്ഷിച്ച് ബാരലിന് $3 മുതൽ $4 വരെ കുറവാണെന്നതും ഇന്ത്യക്ക് റഷ്യൻ കമ്പനികൾ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് എന്നതും വലിയ നേട്ടം തന്നെയാണ്. റഷ്യൻ കമ്പനിയായിട്ടുള്ള റോസ്നെഫ്റ്റ് വിവിധ ഗ്രേഡുകളിലായി
പ്രതിദിനം 5 ലക്ഷം ബാരലുകൾ റിലയൻസിന് വിതരണം ചെയ്യാൻ സമ്മതിച്ചതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ വിലയിൽ പ്രതിവർഷം ഏകദേശം $13 ബില്യൺ ഇടപാടാണ് കണക്കാക്കുന്നത്. പുതിയ കരാർ റഷ്യൻ തുറമുഖങ്ങളിൽ നിന്നുള്ള റോസ്നെഫ്റ്റിന്റെ കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതിയുടെ പകുതിയോളം വരും. അതാകട്ടെ ആഗോള വിതരണത്തിന്റെ 5% വരും. റഷ്യ ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരാണ്. റഷ്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ ഏകദേശം 30 മുതൽ 35% വരും ഇത്. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കഴിഞ്ഞ വർഷം ഇരട്ടിയായി $45 ബില്യൺ ഉയർന്നതായി ഇന്ത്യയിലെ റഷ്യയുടെ പ്രതിനിധി ഡെനിസ് അലിപ്പോവ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദം അവഗണിച്ച് കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ നയിക്കുന്നത് അതിന്റെ ദേശീയ താൽപര്യങ്ങളും ഉയർന്ന സാമ്പത്തിക വളർച്ച നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയുമാണ്. വിലയും വ്യവസ്ഥയും അനുകൂലമായിരിക്കുന്നിടത്തോളം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാൻ ഇന്ത്യ തയ്യാറാണെന്നാണ് ഇന്ത്യൻ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് സോവിയറ്റ് യൂണിയന്റെ കാലം മുതലുള്ള അടുപ്പമാണ് കൂടുതൽ ശക്തമായി ഇപ്പോഴും റഷ്യയുമായി തുടരുന്നത്. സൈനിക പ്രതിരോധ മേഖലയിൽ തുടങ്ങിയ സഹകരണം ഇപ്പോൾ റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ചേരിയെ സംബന്ധിച്ച് ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. റഷ്യയുടെ പഴയ രൂപമായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് നൽകിയ സഹായം ഈ രാജ്യം ഉള്ളിടത്തോളം കാലം ഒരു തലമുറയ്ക്കും മറക്കാൻ കഴിയുകയുമില്ല. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇന്ത്യൻ യുദ്ധചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ വിജയങ്ങളിൽ ഒന്നായിരുന്നു 1971 ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. അതിന് ഇന്ത്യയെ സഹായിച്ചതാകട്ടെ സോവിയറ്റ് യൂണിയനുമാണ്. ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇന്ത്യ പാക് യുദ്ധവും തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ വൻ ശക്തികളായ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും പൂർണ്ണ ശ്രദ്ധ ഈ യുദ്ധത്തിനുണ്ടായിരുന്നു. അന്ന് അമേരിക്ക നയിച്ച ചേരിയിൽ മനസ്സുകൊണ്ട് അംഗമായിരുന്ന പാകിസ്ഥാനോടായിരുന്നു അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടായിരുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ അഴിമതി ആരോപണം കാരണം രാജിവെച്ച ഒരേ ഒരു പ്രസിഡന്റായ റിച്ചാർഡ് നിക്സൺ ആയിരുന്നു അന്ന് അധികാരത്തിലുണ്ടായിരുന്നത്. ഇന്ത്യയോട് അത്ര താല്പര്യം പുലർത്തിയ ഒരു പ്രസിഡന്റ് ആയിരുന്നില്ല നിക്സൺ. സോവിയറ്റ് യൂണിയൻ ഒഴിച്ചു നിർത്തിയാൽ മിക്ക ലോകരാജ്യങ്ങളും പാകിസ്ഥാനെയായിരുന്നു പിന്തുണച്ചിരുന്നത്. എന്നാൽ ചേരിചേരാ നയം അനുവർത്തിച്ചപ്പോഴും ഇന്ത്യ അക്കാലത്തും ഇന്ത്യ USSR ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിലൂടെ സോവിയറ്റ് യൂണിയനുമായി വലിയ അടുപ്പം പുലർത്തിയിരുന്നു. യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ സേന വ്യക്തമായ ആധിപത്യം പുലർത്തിയത് അമേരിക്കയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മാത്രം കാര്യമാണെന്നും മറ്റുള്ളവർ ഇടപെടേണ്ടെന്നുമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ നിലപാട്. ഇക്കാര്യം റഷ്യ അമേരിക്കയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ചൈന ഇടപെടുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് പാകിസ്ഥാനെ സഹായിക്കാൻ തങ്ങളുടെ 7ാം കപ്പൽ പടയെ അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വിട്ടിരുന്നത്. USS എന്റർപ്രൈസ് എന്ന വമ്പൻ വിമാനവാഹിനി കപ്പലായിരുന്നു ഇതിലെ പ്രധാനി. 90 യുദ്ധവിമാനങ്ങൾ വഹിക്കാനുള്ള ശേഷി ഈ വിമാനവാഹിനി കപ്പലിനുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ഡിസ്ട്രോയറുകൾ, 2000 മറീനുകൾ അടങ്ങിയ ആംഫിബിയസ് അസോൾട്ട് ഷിപ്പുകൾ, ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ തുടങ്ങിയവയും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതോടെ അമേരിക്ക ഇന്ത്യയിൽ അധിനിവേശം നടത്തുമെന്ന അഭ്യൂഹവും ശക്തമായി. പാകിസ്ഥാൻ സർക്കാരും ഇത്തരത്തിലൊരു പ്രചാരണം വ്യാപകമായി തന്നെ നടത്തി. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി അമേരിക്കൻ ഭരണകൂടത്തിനെതിരായ ഒരു വികാരം രൂപപ്പെട്ടതും അക്കാലത്താണ്. ഇതേ തുടർന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനോട് സഹായം അഭ്യർത്ഥിക്കാൻ നിർബന്ധിതമായി. തുടർന്ന് റഷ്യൻ നാവികസേനയുടെ ഒരു വൻ ഫ്ലീറ്റ് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പുറപ്പെട്ടു. അഡ്മിറൽ വ്ളാഡിമിർ ക്രുഗ്ലാക്കോവിന്റെ കമാൻഡിലായിരുന്നു ഫ്ലീറ്റിന്റെ വരവ്. 2 ക്രൂയിസറുകൾ, 6 മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെ വൻ നാവികപ്പട ഇന്ത്യക്ക് സംരക്ഷണം തീർത്ത് സമുദ്രത്തിൽ നിലയുറപ്പിക്കുകയായിരുന്നു. സോവിയറ്റ് സേന നിലയുറപ്പിച്ചത് കണ്ട് USS എന്റർപ്രൈസും 7ാം കപ്പൽപ്പടയും വന്ന സ്പീഡിൽ തിരിച്ചു പോവുകയും ചെയ്തു.
ലോകത്തിന് മുന്നിൽ അമേരിക്ക നാണം കെട്ട സംഭവം കൂടിയായിരുന്നു അത്. അന്ന് സോവിയറ്റ് യൂണിയൻ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ഇതിനുശേഷം പലതവണ ഇന്ത്യയിൽ സർക്കാരുകൾ മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും റഷ്യയുമായുള്ള അടുപ്പം കൂടുതൽ ശക്തമായാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോഴും ആ നയം തന്നെയാണ് തുടരുന്നതും. ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. നന്ദി.